ഹലോ ബ്രാൻഡ്സ് ആൻഡ് എനിമീസ്, എൻ്റെ പേര് ജോസ്. ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ എത്തനോളിൻ്റെ കഥ ഒന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എത്തനോളിൻ്റെ കഥ എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ പെട്രോൾ, എത്തനോളല്ലോ ഇനി നമുക്ക് പട്ടച്ചാര എന്ന് പറയാം. എത്തനോൾ പട്ടച്ചാര യോജന മോദിജിയുടെ, ഗഡ്കരിജിയുടെ, എപ്സ്റ്റീൻ പുരിജിയുടെ, ഇവരാരാ ഇതിൽ റെസ്പോൺസിബിൾ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത് ഇവരുടെ എല്ലാവരുടെയും കൂടെ ഒരു യോജനയാണേ. ഇതിനു വേണ്ടിയിട്ടാണ് പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മുടെ ഡോളർ ഇന്ത്യയിൽ നിന്ന് പുറത്തേക്ക് ഒഴുകുകയാണല്ലോ ഈ ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് ചെയ്യുമ്പോൾ, അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഒക്കെയാണ് ശരിക്കും ഈ യോജന ഉണ്ടാക്കിയിരിക്കുന്നത്. പിന്നെ ഫാർമേഴ്സിനെ രക്ഷിക്കുന്നുണ്ടേ. നമ്മൾ കണ്ടിരുന്നു 3 അടിപൊളി ബില്ലുകളൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് ഫാർമേഴ്സിനെ രക്ഷിക്കാൻ നോക്കിയതാണ് ഈ ഗവൺമെൻറ്. അപ്പോൾ വീണ്ടും ഫാർമേഴ്സിനെ രക്ഷിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ. അപ്പോൾ നമുക്കിത് ഓരോ കാരണമായിട്ട് നമുക്കൊന്ന് അനലൈസ് ചെയ്യാം വിത്ത് ഡേറ്റാസ്, ഫാക്ട്സ്. വാട്സാപ്പ് ഫോർവേഡ്സ് എല്ലാം ഡിപ്പെൻഡ് ചെയ്യുന്നത് ഡേറ്റാസ്. ആർക്കും നോക്കാം, ഇഷ്ടം പോലെ അവൈലബിൾ ആണേ. നോക്കിയാൽ കണ്ടെത്തും, നോക്കിയാൽ മാത്രം. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ എത്തനോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഞാൻ മനസ്സിലാക്കുന്നത് 3 അഗ്രികൾച്ചർ പ്രൊഡക്ട്സ് ആണ് ബേസിക്കലി യൂസ് ചെയ്യുന്നത്. റൈസാണ് ഒന്ന്. റൈസ് യൂസ് ചെയ്ത് എത്തനോൾ, 1 ലിറ്റർ എത്തനോൾ റൈസിൽ നിന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1790 ലിറ്റർ ഓഫ് വെള്ളം വേണം. അടുത്തത്, ഇത് പറയുന്നത് ഈ പ്രോസസ്സ് ചെയ്യാൻ ഫാക്ടറിയിൽ യൂസ് ചെയ്യുന്ന വെള്ളം അല്ല കേട്ടോ. അതൊരു 6 to 7 ലിറ്റർ വെള്ളം മതി. ഈ റൈസ് ഉണ്ടാകുന്നത്, വിളയുന്നത് എവിടെയാണെന്നറിയാലോ, അവിടെയൊക്കെ വെള്ളം യൂസ് ചെയ്താണ് ഇത് ഫാക്ടറിയിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ആളുകളുടെ കയ്യിലേക്ക് എത്തുന്നത്. അപ്പോൾ ആ റൈസിന് വേണ്ടി വരുന്ന വെള്ളം കൂടെ കൺസിഡർ ചെയ്ത് പറയുന്നതാണ്. മനസ്സിലായി? ഇതൊക്കെ ഈ നെറ്റിൽ അവൈലബിൾ ആണ്. ഇനിയിപ്പോൾ മെയ്സ്, ചോളത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നതെങ്കിൽ 1 ലിറ്റർ എത്തനോളിന് 4670 ലിറ്റർ ഓഫ് വാട്ടർ വേണ്ടി വരും. ഷുഗർ കെയിനിൽ നിന്നാണെങ്കിൽ വളരെ കുറവാട്ടോ, 3630 ഉള്ളൂ. ലാഭമായിരിക്കും അത്. അപ്പോൾ അതിൽ നിന്ന് 1 ലിറ്റർ ഷുഗർ കെയിനിൽ നിന്ന് 1 ലിറ്റർ എത്തനോൾ ഉണ്ടാക്കാൻ അത്രയും വെള്ളം യൂസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ശരാശരി ഒരു ദിവസം ഒരു എത്തനോൾ ഫാക്ടറിയിൽ 1 ലക്ഷം മുതൽ 1.5 മില്യൺ ലിറ്റേഴ്സ് ഓഫ് വാട്ടർ ആണ് യൂസ് ചെയ്യുന്നത് എത്തനോൾ ഉണ്ടാക്കാൻ വേണ്ടി. ഇന്ത്യ എത്രത്തോളം വെള്ളത്തിന് സ്കേഴ്സാണ് എന്നുള്ളത്, ക്ഷാമമുണ്ട് എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ? അറിയൂ, അതെങ്കിലും അറിയൂ. വെള്ളത്തിന് ഭയങ്കര പ്രശ്നങ്ങൾ ഇന്ത്യയിലുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുക. അടുത്തത്, ഈ ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നമ്മുടെ അരിയുടെ കാര്യം പറയാം. FCI, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, RTI വെച്ച് പുറത്തുവിട്ട ഡേറ്റ വെച്ചിട്ട്, അല്ലാതെ അവർ പുറത്തുവിട്ടല്ല, RTI വെച്ച് ആരോ ചോദിച്ച് മനസ്സിലാക്കിയ ഡേറ്റ വെച്ചിട്ട് 2024-25 52 lakh ടൺ അരിയാണ് ഡിസ്റ്റിലറികൾക്ക് കൊടുത്തത്. അത് മനസ്സിലാവാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. 520 crore kg ഓഫ് റൈസ് വാസ് ഗിവൺ ടു ഡിസ്റ്റിലറീസ്. അത് സംഭരിക്കാനായിട്ട്, അത് കളക്ട് ചെയ്ത് ക്യാരി ചെയ്ത് കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാനായിട്ട് FCIക്ക് ചിലവായ തുക എന്ന് പറഞ്ഞാൽ 1 ക്വിൻ്റലിന് 3889 രൂപയാണ്. പക്ഷേ അവർ 40% ലോസിലാണ് ഈ ഡിസ്റ്റിലറികൾക്ക് കൊടുത്തിരിക്കുന്നത്. 2320 രൂപ പെർ kgക്ക് ഡിസ്റ്റിലറികൾക്ക് കൊടുത്തിരിക്കുകയാണ്. കഴിക്കാനുള്ള ഫുഡ് സംഭരിച്ച പൈസേനേക്കാളും കുറവ് പൈസയ്ക്ക് വിറ്റഴിച്ചിരിക്കുകയാണ്. ആർക്ക് വേണ്ടിയാണ്? നമുക്കെല്ലാവർക്കും നന്മയ്ക്ക് വേണ്ടിയിട്ടാണ്. 80 കോടി ജനങ്ങൾ, പട്ടിണിപ്പാവങ്ങൾ, നുറുങ്ങരി അതുപോലും കിട്ടാതെ ജീവിക്കുന്ന ഇന്ത്യയിൽ ഇതാണ് അതർ സൈഡിൽ നടക്കുന്ന കാര്യം. അടുത്ത കാര്യം, പൊല്യൂഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണല്ലോ എത്തനോൾ മിക്സ് ചെയ്യുന്നത്, പട്ടച്ചാരായ മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ മേജർ എത്തനോൾ ഫാക്ടറീസ് ലൊക്കേറ്റ് ചെയ്യുന്നത് മേഘാലയ ആസാം ബോർഡറിൽ. ആ ഗ്രാമത്തിൻ്റെ പേരാണ് ബൈർഹട്ട് എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് മോസ്റ്റ് ഓഫ് ദ എത്തനോൾ ഫാക്ടറീസ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ്റെ ഒരു സേഫ് ആനുവൽ ആവറേജ് ലിമിറ്റ് ഫോർ PM 2.5 to 5 മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ ആണ് എയർ ക്വാളിറ്റി വേണ്ടത്. 2.5 മുതൽ 5 മൈക്രോഗ്രാംസ് പെർ ക്യൂബിക് മീറ്റർ. ഈ പറയുന്ന ബൈർഹട്ട് എന്ന് പറയുന്ന ഗ്രാമത്തിലെ എയർ ക്വാളിറ്റി ഈസ് 128. 5 മിനിമം വേണ്ടിയത് ഒരു മനുഷ്യന് ജീവിക്കാൻ വേണ്ട 5. ഇത് 25 ഇരട്ടി ഹയറാണ് അവിടുത്തെ പൊല്യൂഷൻ. അപ്പോൾ പൊല്യൂഷൻ്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്രൂഷ്യൽ ഫാക്ടർ, ഗഡ്കരിജി പറഞ്ഞത് 15 രൂപയ്ക്ക് പെട്രോൾ വിൽക്കുമെന്നാണ്. പക്ഷേ അദ്ദേഹം അല്ലാത്ത പെട്രോളിയം മിനിസ്റ്റർ. പക്ഷേ അദ്ദേഹമാണ് ഇതെല്ലാം മാർക്കറ്റ് ചെയ്യുന്നതും പറയുന്നതൊക്കെ പുള്ളിയാണ്. പക്ഷേ മകൻ്റെ സിയാൻ അഗ്രോയിനെ പറ്റി ചോദിച്ചു കഴിഞ്ഞാൽ അതെൻ്റെ കമ്പനിയല്ല, എനിക്കതിനെപ്പറ്റി അറിയില്ല.
അത് എത്തനോൾ ഉണ്ടാക്കുന്ന കമ്പനിയാണെങ്കിൽ എന്താണ്, ഞാൻ പെട്രോളിയം മിനിസ്റ്റർ അല്ലല്ലോ. അപ്പോൾ എപ്സ്റ്റീൻ പുരിജിയാണ് പെട്രോളിയം മിനിസ്റ്റർ. പറയുന്ന സമയത്ത് ഈ കീർവാണങ്ങൾ മുകളിലേക്ക് വിടുമ്പോൾ അത് ഗഡ്കരിജിയാണ്. പക്ഷേ റെസ്പോൺസിബിലിറ്റി വരുമ്പോൾ നേരെ എപ്സ്റ്റീൻ പുരിജിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ബോൾ. പക്ഷേ ഇത് ആരാ റെസ്പോൺസിബിൾ എന്ന് വെച്ചാൽ ആർക്കും അറിയില്ലാത്ത ഒരവസ്ഥ. അപ്പോൾ ഞാൻ മൂന്നാമത് പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ ക്രൂഡ് ഓയിൽ നമ്മൾ ഇമ്പോർട്ട് ചെയ്യാണ്. ഞാൻ ഇപ്പോഴത്തെ ഒരു ആവറേജ് റേറ്റ് വെച്ച് പറയാണ്, ഒരു $81 മുതൽ $85 വരെയാണ് ഒരു ബാരലിന്. ഒരു ബാരൽ എന്ന് പറഞ്ഞാൽ 158.98 ലിറ്റേഴ്സ് ആണ് ഒരു ബാരൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്കാക്കേണ്ടത്. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് വെച്ചൊന്ന് മാത്തമാറ്റിക്സ് ചെയ്താൽ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 1 ലിറ്റർ പെട്രോൾ ഇന്ത്യയിൽ വന്ന് കിട്ടുന്നത്, പെട്രോളല്ല ക്രൂഡ് ഓയിൽ വന്ന് കിട്ടുന്നത് 50 രൂപ പെർ ലിറ്ററിനാണ്. ഈ എത്തനോൾ എത്ര രൂപയ്ക്കാണ് നമുക്ക് വരുന്നതെന്ന് അറിയാമോ? ഫ്യൂവൽ ഗ്രേഡായിട്ട് ഞാൻ പറയണേ, 58 മുതൽ 66 രൂപ പെർ ലിറ്ററിനാണ് എത്തനോൾ എടുക്കുന്നത്. അപ്പോൾ ഈ 66 രൂപയുടെ എത്തനോൾ അല്ലെങ്കിൽ പട്ടച്ചാരായം 50 രൂപയുടെ ഇതിൽ മിക്സ് ചെയ്തിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ എങ്ങനെയാണത് പൈസ കുറയാൻ പോകുന്നത്? ഇപ്പോൾ ഏതിനാണ് പൈസ കൂടുതൽ? എത്തനോളിനാണ് പൈസ കൂടുതൽ വരുന്നത്. അപ്പോൾ ഇത് വെച്ച് മിക്സ് ചെയ്തിട്ട് പൈസ കുറയുന്നുണ്ടോ? ക്രൂഡ് ഓയിൽ ഇമ്പോർട്ട് കുറയുകയാണല്ലോ, പൈസ കുറയുന്നുണ്ടോ നിങ്ങൾക്ക്? കുറയുന്നില്ല. അപ്പോൾ ആർക്കാണ് പൈസ കിട്ടുന്നത്? അപ്പോൾ ആരിലേക്കാണ് പൈസ പോകുന്നത്? ഇനി വേറെ രസകരമായ സംഭവമുണ്ട്. ഇൻഡസ്ട്രിയൽ ഗ്രേഡ് എത്തനോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെയൊക്കെ കോസ്റ്റ് വന്നിട്ട് എനിക്ക് തോന്നുന്നു 66 മുതൽ 300 രൂപ വരെ പെർ ലിറ്ററിന് വരും ഇൻഡസ്ട്രിയൽ എത്തനോൾ. ഈ ഇൻഡസ്ട്രിയൽ എത്തനോൾ ഇന്ത്യ ഇപ്പോൾ US നിന്ന് ഇമ്പോർട്ട് ചെയ്യുകയാണ്. അന്നേരം നമ്മൾ ചക്കക്കുരു കൊടുത്താണ് എത്തനോൾ US നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഡോളർ യൂസ് ചെയ്യുന്നില്ല. ഏത് ഇൻഡസ്ട്രികൾക്ക് സബ്സിഡി കൊടുത്ത് ഈ സാധനം US നിന്ന് ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ റിലേറ്റ് ചെയ്യുക. ഫാർമേഴ്സിന് നന്മ, പൊല്യൂഷൻ കുറയുന്നു, പിന്നെ എന്താണ്, ക്രൂഡ് ഓയിലിൻ്റെ ഇമ്പോർട്ട് കുറയുന്നു, അതുകൊണ്ട് ഡോളർ പുറത്തേക്ക് പോകുന്നില്ല, ഇന്ത്യയുടെ സ്ഥിതി വീണ്ടും മെച്ചപ്പെടുകയാണ്. അപ്പോൾ ഈ 3 കാര്യവും പൊളിഞ്ഞല്ലോ. ഇനി നമുക്ക് അടുത്തതിലേക്ക് കിടക്കാം. അടുത്തതായിട്ട് നമ്മൾ പട്ടച്ചാരായത്തിനെ ഡീറ്റെയിൽ ആയിട്ട് അനലൈസ് ചെയ്യണം. അപ്പോൾ ഈ പട്ടച്ചാരായത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു കലോറിഫിക് വാല്യൂ എന്ന് പറഞ്ഞാൽ എനർജി തരാൻ ഉള്ള കഴിവ് 30 to 35% ലോവർ ദാൻ പെട്രോൾ. 35% എനർജി കുറവായിരിക്കും. അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അടുത്തത് ഈ 10% എത്തനോൾ മിക്സ് ചെയ്യുക എന്ന് പറഞ്ഞാൽ പെട്രോളിൽ 10% പട്ടച്ചാരായം മിക്സ് ചെയ്യുമ്പോൾ അത് ഒരു അഡിക്റ്റീവായിട്ട് യൂസ് ചെയ്യും. അത് ഓയിലൊക്കെ ഒഴിക്കുന്ന പോലെ ഒരു അഡിക്റ്റീവായിട്ട്, നമ്മൾ വണ്ടിയിൽ ഓയിൽ ഒഴിക്കില്ല, അതുപോലെ ഒരു അഡിക്റ്റീവായിട്ട് യൂസ് ചെയ്യും. 20 മുതൽ 85% പട്ടച്ചാരായം പെട്രോളിൽ കലക്കുകയാണെങ്കിൽ അത് ഫ്ലെക്സ് ഫ്യൂവൽ കാറ്റഗറിയിലാണ് പെടുത്താൻ പറ്റുള്ളൂ. അല്ലാണ്ട് അതൊരു നോർമൽ അഡിക്റ്റീവ് അല്ല, അതൊരു ഫ്ലെക്സ് ഫ്യൂവലായിട്ട് തന്നെ ആക്ട് ചെയ്യും. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിൽ നമുക്ക് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. അപ്പോൾ നമ്മളെല്ലാവരും ഒരു പെഗ് അടിക്കുകയാണ് എല്ലാ ദിവസവും, ഡെയിലി പെഗ് അടിക്കുന്നു, കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ ഈ കള്ളച്ചാരായം എന്ന് പറഞ്ഞ് കിട്ടിയ സാധനം ഉണ്ടല്ലോ, ഇപ്പോൾ ഈ അടിച്ചിട്ട് കണ്ണുപോയി, കുടൽ കത്തിപ്പോയി എന്നൊക്കെ പറയുന്ന സാധനം, അത് നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് പോയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഈ താഴത്തേക്ക് പോകുന്ന ഡൈജസ്റ്റീവ് സിസ്റ്റത്തിലേക്ക് പോകുന്ന കണക്ട് ചെയ്യുന്ന ട്രാക്ട്സ് എല്ലാം കത്തിക്കരിഞ്ഞ് ചിലപ്പോൾ നമ്മൾ മരിച്ചു പോകാം. പക്ഷേ ഒരു ജോണി വാക്കറൊക്കെ കഴിക്കുകയാണെങ്കിൽ ഒരു സുഖമുണ്ട്, അതിനൊന്നും ഒരു കുഴപ്പം പറ്റില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സ്പെക്ക്, ശരീരത്തിൻ്റെ സ്പെക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്മോളൊക്കെ അടിക്കാൻ പറ്റും, അല്ലാതെ ഡയറക്റ്റ് ഈ വാട്ടിയ ചാരായം എടുത്ത് കുടിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? ഉള്ളിൽ കംപ്ലീറ്റ് കത്തിപ്പോവും എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് നമ്മുടെ വണ്ടികൾ. അത് 2 രീതിയിൽ ഡിഫൈൻ ചെയ്യാം വണ്ടികളെ. ഒന്ന് എന്താണ്? കോമ്പാക്റ്റബിൾ വെഹിക്കിൾസ്. കോമ്പാക്റ്റബിൾ വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിനകത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കാലിബറേറ്റഡ്, ആ മെറ്റീരിയൽസിന് ഒരു കാലിബറേറ്റഡ് മെറ്റീരിയൽ ടോളറൻസ് ഉണ്ടാവും. ആ യൂസ് ചെയ്തിരിക്കുന്ന സാധനങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ റബ്ബർ ബുഷുകളാവാം, പൈപ്പുകൾ യൂസ് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ എത്തനോളിൻ്റെ ഒരു ലെവൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്, അതിന് താങ്ങാൻ പറ്റുന്നത്. അതിൻ്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കോമ്പാക്റ്റബിൾ വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കേടുപാടുകൾ പറ്റും. ബുഷുകൾക്ക് തേയ്മാനം സംഭവിക്കും, ബുഷുകൾ വീർത്ത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്, ട്യൂബുകൾക്ക് കേടുപാടുകൾ പറ്റും, തുരുമ്പുകൾ പിടിക്കാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇത് കാലിബ്രേറ്റഡ് മെറ്റീരിയൽ ടോളറൻസിനൊരു ലെവലുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് ആണ് എത്തനോൾ കലക്കുമ്പോൾ മോയ്സ്ചർ അബ്സോർപ്ഷൻ്റെ റേറ്റ് വെച്ചിട്ട് കൂടുതൽ ഇഷ്യൂസ് വരാനുള്ള സാധ്യതയുണ്ട്. രണ്ടാമത്തെ കാറ്റഗറി ഓഫ് വെഹിക്കിൾസാണ് കംപ്ലൈൻറ്റ് വെഹിക്കിൾസ്. മനസ്സിലായി? ഇപ്പോൾ ഈ കോമ്പാക്റ്റബിൾ വെഹിക്കിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്
ഈ 10-നും ഈ 5-നും ഒക്കെ കോമ്പാക്റ്റബിൾ ആണ് കേട്ടോ. അത് കോമ്പാക്റ്റബിൾ ആണ്. മറ്റത് കംപ്ലൈൻറ്റ് വെഹിക്കിൾസ് എന്ന് പറഞ്ഞാൽ അതിൽ എത്തനോൾ നമുക്ക് ഈ പറയുന്ന 20 അതിൻ്റെ മുകളിലേക്ക് യൂസ് ചെയ്താൽ പോലും അതിന് പ്രശ്നങ്ങൾ പറ്റില്ല. കാരണം പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഈ പറയുന്ന മെറ്റീരിയലിൻ്റെ കാലിബ്രേറ്റഡ് മെറ്റീരിയൽ ടോളറൻസ് ഹയറാണ്. ബിക്കോസ് അത് എത്തനോൾ യൂസ് ചെയ്താണ് ആ വണ്ടി ഓടാൻ പോകുന്നത് ഓൾറെഡി ഡിഫൈൻ ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ്. ഇപ്പോൾ 2023 മുമ്പ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന വെഹിക്കിൾസ് ഒന്നും ഒരിക്കലും കംപ്ലൈൻറ്റ് ആയിട്ടുള്ള വെഹിക്കിൾസ് അല്ലാതെ കോമ്പാക്റ്റബിൾ ആണ് ഫോർ E5 ആൻഡ് E10. നമ്മുടെ എല്ലാവരുടെയും കയ്യിലിരിക്കുന്ന മോസ്റ്റ്ലി ഒരു 90% ആളുകളുടെ കയ്യിലിരിക്കുന്ന വണ്ടികൾ ജസ്റ്റ് കോമ്പാക്റ്റബിൾ വെഹിക്കിൾസ്. അതൊരിക്കലും കംപ്ലൈൻറ്റ് അല്ല. എന്ന് പറഞ്ഞാൽ ഈ 10-ന് മുകളിലേക്ക് എന്ത് ഫ്യൂൽ ഉപയോഗിച്ച് വണ്ടി ഓടിച്ചാലും അതിന് കേടുപാടുകൾ സംഭവിക്കാം. ഈവൻ ഇൻഷുറൻസ് കമ്പനീസ് വരെ അവരുടെ പത്രക്കുറിപ്പുകൾ ഇറക്കിയിട്ടുണ്ട്, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? എവിടെയൊക്കെയോ ഈ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്തതിൽ ഒരു കുഴപ്പമുണ്ടെന്ന് മനസ്സിലായി കാണും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായി കാണുമായിരിക്കും അല്ലേ? ഓട്ടോമോട്ടീവ് റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ അവർ യൂഷ്വലി മൈലേജ് ഡേറ്റ പുറത്തുവിടും. നിങ്ങൾ ഈ അഡ്വർടൈസ്മെൻറ്റിലൊക്കെ കണ്ടിട്ടുണ്ടാവും. കാറിൻ്റെ അഡ്വർടൈസ്മെൻറ്റിൽ മൈലേജ് എപ്പോഴും ടെസ്റ്റ് ചെയ്യുന്നത് അണ്ടർ ലാബ് കണ്ടീഷൻസ് ആണ്. എന്ന് പറഞ്ഞാൽ ഒരു ഡൈനാമോമീറ്റർ നമുക്ക് വേണമെങ്കിൽ എടുക്കാം, നമ്മുടെ ത്രെഡ്മില്ല് ഇതുപോലുള്ളൊരു ഡിവൈസിൻ്റെ മുകളിൽ വെച്ചിട്ടാണ് ഈ വണ്ടി റോൾ ചെയ്യിക്കുന്നത്. വീൽസ് മാത്രം റോൾ ചെയ്യിക്കും. അപ്പോൾ അതിനകത്ത് ലാബാണത്, ലാബ് പോലത്തെ ഒരു സിറ്റുവേഷനാണ്. അപ്പോൾ അതിനകത്ത് ടെമ്പറേച്ചർ മെയിൻറ്റെയിൻഡ് ആയിരിക്കും. 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഒരു ഇത്ര മിനിറ്റ് വണ്ടി ഓടിച്ചു നോക്കിയിട്ടാണ് മൈലേജ് പുറത്ത് വിടുന്നത്. അത് ഈ പറയുന്ന പോലെ അവർ റിസർച്ച് വെച്ച് പറയുന്നത് 2 to 6% ഓഫ് മൈലേജ് ഡ്രോപ്പ് ഉണ്ടാവുമെന്ന് ARAI സമ്മതിക്കുന്നു. ഓക്കെ, അണ്ടർ ടെസ്റ്റ് കണ്ടീഷൻസ്. ഞാൻ ടെസ്റ്റ് കണ്ടീഷൻ പറഞ്ഞു. പക്ഷേ അണ്ടർ നോർമൽ കണ്ടീഷൻസ് നമ്മൾ ഈ ഡൈനാമോമീറ്ററിന് മുകളിലല്ല ഓടിക്കുന്നത്. നമ്മൾ സ്പേസ് ടെക്നോളജി ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന റോഡുകളിലൂടെയാണ് നമ്മുടെ വണ്ടി ഓടിക്കുന്നത്. ആ വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടാവുന്നത് ഇപ്പോൾ ആളുകൾക്ക്, എനിക്കുൾപ്പെടെ വണ്ടി ഓടിക്കുന്നവർക്കറിയാം, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവർക്കറിയാം, എല്ലാവർക്കും, ഈവൻ ബൈക്കുകൾ, സ്കൂട്ടറുകൾ, കാറുകൾ 2023 പുറകിലേക്കുള്ളതെല്ലാം നാശമാണ്. മിനിമം 20 to 25% ഡ്രോപ്പാണ് മൈലേജിൽ ഉണ്ടാകുന്നത്. എന്ന് പറഞ്ഞാൽ അത്രയും കൂടുതൽ പെട്രോൾ നിങ്ങൾ അടിക്കണം. പണ്ട് 1 ലിറ്റർ പെട്രോൾ അടിച്ച് 18 കിലോമീറ്റർ ഓടിക്കൊണ്ടിരുന്ന ഒരു കാറ് ഇപ്പോൾ 1 ലിറ്റർ പെട്രോൾ അടിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ 10 കിലോമീറ്റർ മൈലേജ് കിട്ടുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ പെട്രോൾ അന്ന് 1 ലിറ്റർ അടിക്കുന്നത് ഇന്ന് 2 ലിറ്റർ പെട്രോൾ അടിക്കണം. എന്ന് പറഞ്ഞാൽ മിനിമം 20 to 25% മുകളിൽ നിങ്ങളുടെ ഫ്യൂവൽ എക്സ്പെൻസ് ഓൾറെഡി കൂടിയിരിക്കുന്നു. പ്ലസ് മെയിൻ്റനൻസ്, വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി ഇതിൻ്റെ മെയിൻ്റനൻസ് ചെയ്യാനുള്ള കോസ്റ്റും എല്ലാം ഇതിൽ അധികമായിട്ടുണ്ട്. പക്ഷേ നിങ്ങളുടെ റോഡ് ടാക്സിനോ GSTക്കോ സെസ്സിനോ ഇൻഷുറൻസിനോ എന്തെങ്കിലും പൈസ കുറഞ്ഞോ? അതെല്ലാം നിങ്ങൾ പഴയതുപോലെ തന്നെ അടയ്ക്കുന്നുണ്ടല്ലോ. അപ്പോൾ കോസ്റ്റ് ആർക്കാണ് കൂടിയിരിക്കുന്നത്? വണ്ടി കിണ്ടി ഉപയോഗിക്കുന്ന നമുക്ക് കോസ്റ്റ് കൂടിയിട്ടുണ്ട്. അതും മനസ്സിലാക്കുക. ഇനി അടുത്തൊരു കാര്യം പറഞ്ഞുതരാം. മാനുഫാക്ചറിങ് കമ്പനികൾ വണ്ടി ഉണ്ടാക്കുമ്പോൾ അവർ പറയുന്നുണ്ട് E20 കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അവർ അതിനുവേണ്ടി അവരുടെ ഇൻറ്റേർണൽ സിസ്റ്റംസ് കംപ്ലീറ്റ്, വണ്ടിയുടെ ഇൻറ്റേർണൽ സിസ്റ്റംസ് കംപ്ലീറ്റ് ഡിസൈൻ ചെയ്യുമ്പോൾ അത് കൺസിഡർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അതിനുവേണ്ടി അവർ യൂസ് ചെയ്യുന്നത് ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന E20 പെട്രോളാണ്. അപ്പോൾ ഈ ലാബിൽ ഉണ്ടാക്കിയെടുക്കുന്ന E20 പെട്രോളും നമ്മളെപ്പോലുള്ളവർ നമ്മുടെ ലോക്കലിൽ പെട്രോൾ പമ്പിൽ പോയി അടിക്കുമ്പോൾ കിട്ടുന്ന പെട്രോളും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞുതരാം. ഒരു ഈ പറയുന്ന പോലെ ക്രൂഡ് ഓയിൽ പ്യൂരിഫൈ ചെയ്യുന്ന ഒരു PSU കമ്പനി എടുക്കാം. ഇന്ത്യൻ ഓയിൽ പോലൊരു കമ്പനി. അവരുടെ ഒരു കംപ്ലീറ്റ് സപ്ലൈ ചെയിൻ സിസ്റ്റം ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഇത് റിഫൈനറിയിൽ നിന്ന് ഈ പെട്രോൾ ടാങ്കറുകളിലാക്കി അത് കൊണ്ടുവന്ന് ഈ പെട്രോൾ പമ്പുകളുടെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് യൂണിറ്റിലേക്ക് ഇത് മാറ്റുകയാണ്. ഇതാണ് ടോട്ടൽ സപ്ലൈ ചെയിൻ. അപ്പോൾ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന ഈ ഒരു ട്രാൻസ്പോർട്ടേഷൻ കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസ് ഈ E20 ഫ്യൂവലിന് കംപ്ലൈൻറ്റ് അല്ല. കാരണം നമ്മുടെ ഈ പറയുന്ന ടാങ്കേഴ്സും അല്ലെങ്കിൽ ഈ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജും എല്ലാം ഈ 10-നും E5-നും വേണ്ടി കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസാണ്. എന്ന് പറഞ്ഞാൽ മൈൽഡ് സ്റ്റീലാണ് യൂസ് ചെയ്യുന്നത് ഈ ടാങ്കുകൾക്ക്. അതിലൊരു കോട്ടിങ് കൊടുത്തിട്ടുണ്ട്, കാരണം തുരുമ്പ് വരാണ്ടിരിക്കാനാണ് ഇത് യൂസ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് ഈ 2023 ഈ പോളിസി ധൃതി പിടിച്ച് കൊണ്ടുവരുന്നു. അത് 2025 ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു. വേറാസ് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടിൽ 2018 പുറത്തു വന്ന റിപ്പോർട്ടിൽ അവർ പറയുന്നത് 2030 ഈ പോളിസി ഇംപ്ലിമെൻറ്റ് ചെയ്യാവുള്ളൂ E20. കാരണം പറഞ്ഞാൽ ഇത്രയും
കാര്യങ്ങൾ, ഈ ടോട്ടൽ സപ്ലൈ ചെയിൻ ഇതിൻ്റെ കോമ്പാക്റ്റബിളായിട്ട് E20 ഫ്യൂവലിന് കോമ്പാക്റ്റബിളായിട്ട് മാറ്റണം. എന്നാൽ മാത്രമേ ഇത് കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് നീതി ആയോഗിൻ്റെ റിപ്പോർട്ടുണ്ട്. പക്ഷേ അതൊക്കെ പൂർത്തിയാക്കുക, അതൊന്നും പുറത്തു വരില്ല, നിങ്ങൾക്ക് വായിക്കാൻ പറ്റില്ല. ഈ ARAIയുടെ റിപ്പോർട്ട്സ് ഉണ്ട്, അതും എല്ലാം പൂർത്തിയിരിക്കുക, അതൊന്നും പുറത്തു വരുന്നില്ല. അപ്പോൾ നിങ്ങൾ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് E20 ഫ്യൂവൽ നല്ലതായിട്ട് ഉണ്ടാക്കി പുറത്തേക്ക് വരുന്നു എന്ന് വിചാരിച്ചാലും ഈ സപ്ലൈ ചെയിനിൽ ഇത് വീണ്ടും കണ്ടാമിനേറ്റഡ് ആകുകയാണ് എന്നുള്ളതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. ഇനി അടുത്തതായിട്ട് ഞാൻ ആദ്യം പറഞ്ഞ ഈ കണ്ടാമിനേഷൻ, ഫാക്ടറിയിൽ നിന്ന് ഇത് നമ്മുടെ ഫ്യൂവൽ ടാങ്കിൽ എത്തുന്നതിൻ്റെ ഇടയിൽ എന്ത് സംഭവിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അതിന് നിങ്ങൾ ഈ പട്ടച്ചാരായത്തിൻ്റെ കെമിക്കൽ ഫോർമുല നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ്? C2H5OH. ഇതൊരു ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിൽ വരുന്ന ഒരു കെമിക്കലാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് ആരാന്നറിയോ? മൈ ഗുഡ് ഫ്രണ്ട് വാട്ടറാണ്, H2O ആണ്. ഈ പറയുന്ന C2H5OH എന്ന് പറയുന്ന എത്തനോളിൻ്റെ ഫ്രണ്ട് H2O ആണ്. എന്ന് പറഞ്ഞാൽ ഇത് ഒരു മൈൽഡ് സ്റ്റീൽ ഉപയോഗിച്ച് ഉണ്ടാക്കിയിരിക്കുന്ന ടാങ്കറിൽ ഈ പെട്രോൾ ഫാക്ടറിയിൽ നിന്ന് പെട്രോൾ പമ്പിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോൾ ഈ വായുവിലുള്ള മോയ്സ്ചർ ഇത് വലിച്ചെടുത്ത് ഒരു വാട്ടർ ബെഡായിട്ട് ഈ ടാങ്കറിൻ്റെ അടിയിൽ വന്ന് അടിഞ്ഞുകൂടും. ഇപ്പോൾ നമ്മൾ ഈ സാധനമാണ് നമ്മൾ കൊണ്ടുവന്ന് ഈ പറയുന്ന പെട്രോൾ പമ്പിലെ അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജിലേക്ക് അടിച്ചിടുന്നത്. നമ്മളെപ്പോഴും ഈ ഓട്ടോമൈസേഷൻ ഫിൽട്ടർ എന്ന് പറയുന്ന സാധനം ഈ പമ്പുകളിൽ സ്റ്റോറേജ് കപ്പാസിറ്റിയിൽ ഘടിപ്പിച്ചിട്ടുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതിലൂടെ ഇത് പോയാൽ പോലും മൈൽഡ് കൊറോഷൻ ഈ പറയുന്ന അണ്ടർഗ്രൗണ്ട് സ്റ്റോറേജ് ടാങ്കിൽ, മൈൽഡ് സ്റ്റീൽ വെച്ചുണ്ടാക്കിയിരിക്കുന്ന ഈ ടാങ്കിൽ കോട്ട് ചെയ്തിട്ടുണ്ട്. എന്നാലും മൈൽഡ് കൊറോഷൻ ഉണ്ടാക്കും. വിത്തിൻ 48 hours, 48 മണിക്കൂർ ഇത് സ്റ്റോർ ചെയ്ത് വെക്കുമ്പോൾ തന്നെ ഇത് ലൈറ്റായിട്ട് കൊറോസീവായിട്ട് ഇതിനകത്ത് ആക്ട് ചെയ്ത് തുടങ്ങും, ചെറിയ തുരുമ്പുകൾ വന്നു തുടങ്ങും. ഈ മിക്സായിട്ടുള്ള ഈ വെള്ളവും എത്തനോളും ഈ പറയുന്ന കൊറോസീവായിട്ടുള്ള തുരുമ്പും എല്ലാം കലർന്ന പെട്രോളാണ് ഈ നോസിലൂടെ നമ്മുടെ പെട്രോൾ ടാങ്കിലേക്ക് വന്ന് ചാടുന്നത്. ബൈക്കായാലും സ്കൂട്ടറായാലും കാറായാലും. ഓക്കെ, നമ്മുടെ 2023 മുമ്പ് ഉണ്ടാക്കിയിരിക്കുന്ന വണ്ടികളിലെ പെട്രോൾ ടാങ്ക് ഈസ് മെയ്ഡ് ഔട്ട് ഓഫ് മൈൽഡ് സ്റ്റീൽ 99% എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. 2023 ശേഷമുള്ള വണ്ടികളുടെ പെട്രോൾ ടാങ്ക് ഉണ്ടാക്കിയിരിക്കുന്നത് HDP, ഹൈ ഡെൻസിറ്റി പോളിയെത്തിലീൻ എന്ന് പറയുന്ന ഒരു ഹൈ ഡെൻസിറ്റി പ്ലാസ്റ്റിക് മെറ്റീരിയലാണ് അതിന് യൂസ് ചെയ്തിരിക്കുന്നത്. കൊറോസീവ് അല്ല. പക്ഷേ 90-95% വണ്ടികളിലും 2023 മുമ്പുള്ള വണ്ടികളിൽ എന്താണ്? മൈൽഡ് സ്റ്റീലാണ്. തുരുമ്പ് പിടിച്ച വെള്ളം കലർന്ന കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള പട്ടച്ചാരായം കലക്കിയ പെട്രോൾ വീണ്ടും വന്ന് ചാടുന്നത് ഈ പെട്രോൾ ടാങ്കുകളിലേക്കാണ്. വീണ്ടും മൈൽഡ് സ്റ്റീൽ, വീണ്ടും അത് തുരുമ്പെടുക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി ഈ പട്ടച്ചാരായം, ഈ കണ്ടാമിനേറ്റഡ് ഫ്യൂവൽ ഉപയോഗിക്കുമ്പോൾ 2023 മുമ്പുള്ള വണ്ടികളിൽ എന്ത് സംഭവിക്കാം? ഫ്യൂവൽ ഫിൽട്ടർ, ഫ്യൂവൽ പമ്പ് വന്ന് യൂഷ്വലി ചോക്കാവും. ഇൻറ്റേർണൽ ഫ്യൂവൽ ലൈൻസ് ഈ പറയുന്ന കൊറോഷൻ സംഭവിക്കാം. പ്ലസ് ബുഷുകൾ തേയ്മാനം വന്ന് പെട്ടെന്ന് പൊട്ടിപ്പോവാം, വീർത്ത് വരാം. ഇതെല്ലാം വണ്ടികൾക്ക് ഇഷ്യൂസ് ഓൾറെഡി ഉണ്ടാക്കുന്നുണ്ട്. അതൊന്നും ആരും അക്നോളജ് ചെയ്യുന്നില്ല, അതൊന്നും അംഗീകരിക്കുന്നില്ല ആരും. അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഇല്ല എന്ന് വരുത്തി തീർത്ത് കഴിഞ്ഞാൽ, കുറച്ച് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ ഈ വന്നിരിക്കുന്നവർ ഒരു കുഴപ്പമില്ല, ജയ് എന്ന് വിളിച്ചോളും എന്നുള്ളത് അവർക്കറിയാം. അതുകൊണ്ട് അവരത് ചെയ്യുന്നു, നമ്മൾ വന്നിരുന്ന് ജയ് വിളിക്കുന്നു. ഇനിയിപ്പോൾ ഈ ടാക്സ് മുഴുവൻ അടച്ച് ജർമ്മനും യൂറോപ്പിനും വെഹിക്കിൾസൊക്കെ യൂസ് ചെയ്യുന്ന ഒത്തിരി ധനികരായിട്ടുള്ള ആളുകളുണ്ട്. അവർക്കും പണിയുണ്ട്, അവർക്ക് കുഴപ്പമില്ല, അത്യാവശ്യം പൈസകളും കിട്ടുന്നുണ്ട്. അപ്പോൾ വണ്ടിക്കുള്ള മെയിൻ്റനൻസിൻ്റെ കാശ് അവരുടെ അടുത്ത് കാണും. അപ്പോൾ ഈ ജർമ്മനും ഈ പറയുന്ന യൂറോപ്പിനും ഉപയോഗിക്കുന്നവർക്ക് മെയിനായിട്ട് അതിൽ EPS എന്ന് പറഞ്ഞൊരു ഇലക്ട്രോണിക് പവർ സോക്കറ്റ് വരുന്നുണ്ട്. അതിന് എപ്പോഴും ഇഷ്യൂസ് സംഭവിക്കുക. അത് നല്ല കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമാണ് ഈ കോസ്റ്റ്ലി കാറുകൾക്ക്. പ്ലസ് അതിൽ വരുന്നത് ഈ പറയുന്ന വെഹിക്കിളിൻ്റെ ഫ്യൂവൽ ഇഞ്ചക്ടർ ഫെയിലിയേഴ്സ് വരുന്നുണ്ട്. ഓറിങ്സിനും അതുപോലെ ഫ്യൂവൽ ലൈൻസിനൊക്കെ കൊറോഷൻസ് സംഭവിക്കുന്നുണ്ട്. ഇഷ്യൂസ് അവിടെയും ഉണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതിനൊക്കെ ആരാണ് റെസ്പോൺസിബിൾ? ആരാണ് ഇതിന് റെസ്പോൺസിബിൾ? മിനിസ്ട്രി ആണോ? ഗവൺമെൻറ് ആണോ?
അത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഗവൺമെൻറ്റിനും ഈ പറയുന്ന യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിനൊക്കെ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ആരാണെന്നുള്ളത് നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. അത് BJPയുടെ ഒരു ഗവൺമെൻറ്റാണ് ഇന്ത്യയിൽ ഭരിക്കുന്നതെന്ന് എനിക്കറിയാം. അപ്പോൾ അവരായിരിക്കാം, അല്ലേ? അവരായിരിക്കാം. എന്നാലും നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല അവരാണോ എന്നുള്ളത്. ആരാണ് റെസ്പോൺസിബിൾ എന്നുള്ളൊരു ചോദ്യമാണ്. എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ടാണോ ഈ ഒരു പോളിസി ഇംപ്ലിമെൻ്റ് ചെയ്തത് എന്നുള്ളത് മനസ്സിലാക്കുക, ചിന്തിക്കുക. അപ്പോൾ ആരാണ് ആൻറ്റി നാഷണൽസ്? ഈ സാധാരണക്കാരായ ആളുകളെ കൊള്ളയടിക്കുന്ന ഇങ്ങനത്തെ മണ്ടനായിട്ടുള്ള പോളിസികൾ റിസർച്ച് ചെയ്യാതെയും ടെസ്റ്റ് ചെയ്യാതെയും ഇംപ്ലിമെൻ്റ് ചെയ്തിരിക്കുന്ന, ഇത് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഈ ഗവൺമെൻറ്റാണ് ആൻറ്റി നാഷണൽസ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇപ്പോൾ മനസ്സിലായി കാണും കുറച്ചെങ്കിലും ബോധമുള്ളവർക്ക്. എനിക്കറിയാവുന്ന ഒരു കാര്യമോടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മുടെ PSU കമ്പനീസ് ഉണ്ടല്ലോ, ഈ പെട്രോളിയം പ്രൊഡക്ട്സ് ഹാൻഡിൽ ചെയ്യുന്ന കമ്പനീസ്, 99% ഈ കമ്പനികളുടെയും സ്റ്റോറേജ് കപ്പാസിറ്റി എന്ന് പറഞ്ഞാൽ അവരോ മാനേജ് ചെയ്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന പെട്രോൾ പമ്പുകളുടെ ഈ സ്റ്റോറേജ് യൂണിറ്റുകൾ, പെട്രോൾ സ്റ്റോർ ചെയ്യുന്ന യൂണിറ്റുകൾ നോട്ട് കോമ്പാക്റ്റബിൾ ഫോർ E20 ഫ്യൂവൽസ്. ഫ്ലെക്സ് ഫ്യൂവൽസിന് കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ടാങ്കുകളല്ല. അത് E5നും E10നും വേണ്ടി കാലിബ്രേറ്റ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽസാണ് അതിനുവേണ്ടി യൂസ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ ഇപ്പോഴും കോൺട്രാക്റ്റ് ഇഷ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഈ പറയുന്ന PSU കമ്പനീസ് പുതിയ ടാങ്കുകൾ റീപ്ലേസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ പോളിസി ഒന്ന് ആലോചിച്ച് നോക്കി. ഇത് നീതി ആയോഗിൻ്റെയും അതുപോലെ തന്നെ ARAയുടെയും ഒക്കെ റിസർച്ച് പേപ്പറുകളും റിപ്പോർട്ടുകളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ട്. 2018 നീതി ആയോഗ് പറഞ്ഞത് ഇത് 2030 E20 റോൾ ഔട്ട് ചെയ്യാവുള്ളൂ. കാരണം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം മാത്രമാണ് ഇത് റോൾ ഔട്ട് ചെയ്യാൻ പറ്റുള്ളൂ എന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ റിപ്പോർട്ട് പുറത്തു വിട്ടിട്ടില്ല, അത് പൂത്തിയിരിക്കുകയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ബേസ് ചെയ്തിട്ടുള്ള റിസർച്ചുകളൊന്നും പുറത്തേക്ക് വരുന്നില്ല. അപ്പോൾ ഇതിൽ എന്താ സംഭവിച്ചത്? 2023 പെട്ടെന്ന് വന്നിട്ട് ഈ പറയുന്ന ഷുഗർ ലോബികളെ സഹായിക്കാൻ വേണ്ടി ഒരു പോളിസി അങ്ങ് ഉണ്ടാക്കിയിട്ട് E20 25 ഈ ഒരു ഫ്യൂവലേ ഇനി കിട്ടുകയുള്ളൂ എന്നുള്ള സ്ഥിതിയിലേക്ക് മാറി. നമുക്ക് ഇപ്പോൾ പെട്രോൾ പമ്പുകളിൽ കിട്ടുന്നത് E20 ഫ്യൂവല് 20% പട്ടച്ചാരയും 80% പെട്രോളുമാണ് കിട്ടുന്നത്. അതിൽ 80% പെട്രോൾ ഇല്ല. കാരണം അതിൽ വീണ്ടും 5% വെള്ളവും പിന്നെ വീണ്ടും ബാക്കി കണ്ടാമിനേഷൻസും എല്ലാം കൂടിയ ഒരു അവിയൽ പരുവത്തിനുള്ള പട്ടച്ചാരായം മിക്സ് വിത്ത് പെട്രോൾ എന്ന് പറയാവുന്ന സാധനമാണ് നമ്മുടെ വണ്ടിയിലേക്ക് കലക്കി നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനിയെങ്കിലും മനസ്സിലായില്ല, ഇനി മനസ്സിലാക്കാൻ സമയമില്ല കേട്ടോ. അതുപോലെ തന്നെ വേറൊരു വാദം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. E20 കോമ്പാക്റ്റബിൾ അല്ലെങ്കിൽ ഫ്ലെക്സ് ഫ്യൂവലിനെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള കിറ്റുകൾ അവൈലബിൾ ആണ്. അത് നിങ്ങളുടെ വണ്ടിയിലൊക്കെ പിടിപ്പിക്കൂ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഗവൺമെൻറ്റിനെ കുറ്റം പറയുന്നത്? നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നീ ടാക്സും GSTയും സെസ്സും ഇൻഷുറൻസും ഒക്കെ അടിച്ച് മേടിച്ച വണ്ടിയിൽ ഇനി നീ വേറെ കിറ്റുകൾ പിടിപ്പിക്കണം. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഒരു മാനുഫാക്ചറർ പുറത്തിറക്കുന്ന വണ്ടിയിൽ അവർ കൊണ്ടുവരുന്ന ചേഞ്ചസ് ആയിട്ട് ഒരിക്കലും നമുക്കൊരു വർക്ക്ഷോപ്പിൽ പോയിട്ട് ഇതിന് അവൈലബിൾ ആയിട്ടുള്ള കിറ്റ് വെച്ച് റീപ്ലേസ് ചെയ്താൽ ആ ഒരു വർക്ക്മാൻഷിപ്പോ ആ ഒരു ക്വാളിറ്റിയോ ഒരു കാരണവശാലും നിങ്ങൾക്ക് കിട്ടില്ല എന്നുള്ളൊരു ഫാക്ടർ കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പോളിസി ഈ ഷുഗർ ലോബിയെ സഹായിക്കാൻ വേണ്ടി, ശരിയാണ്, ഗഡ്കരി എന്ന് പറഞ്ഞ ഫാമിലി നിങ്ങൾ സെർച്ച് ചെയ്താൽ മതി. അവർ ഷുഗർ കെയിൻ മിൽസിൻ്റെ രാജാക്കന്മാരാണ്. അതുപോലെ തന്നെ ഈ ദേശ്മുഖ് ഫാമിലി, ശരത് പവാർ. അപ്പോൾ എന്ന് പറയുന്നത് ഇത് ഒരു BJPക്ക് മാത്രമല്ല, കോൺഗ്രസിനും അതുപോലെ തന്നെ ശരത് പവാറിനും മറ്റ് പാർട്ടികൾക്കും എല്ലാം ഇതിൽ ഒരു സേ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ അവരുടെ ഈ പറയുന്ന അവർക്ക് വേണ്ടി പെട്ടെന്ന് തന്നെ ഇംപ്ലിമെൻ്റ് ചെയ്ത ഒരു പോളിസി ആയിരുന്നു ഈ 2023 കൊണ്ടുവന്ന E20 അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്. അതിൻ്റെ പുറകിലേക്ക് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഓരോ ക്വസ്റ്റ്യനും പാർലമെൻറ്റിൽ ചോദിക്കുമ്പോൾ അതിൻ്റെ ആൻസർ വരുന്നുണ്ട്. നിങ്ങളോട് ആരാ പറഞ്ഞ് E5 E10 യൂസ് ചെയ്തുകൊണ്ടിരുന്നത്? ഞങ്ങൾ 15, E15, E16, E17, E18 ഒക്കെ വിറ്റിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞോ? നിങ്ങൾ ഉപയോഗിക്കുന്ന വണ്ടി ഇതിനൊന്നും വേണ്ടി മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന വണ്ടിയല്ല. എന്നിട്ട് പോലും നിങ്ങളറിയാതെ നിങ്ങൾ E10 എന്ന് പറഞ്ഞ് ഒഴിച്ചിരിക്കുന്ന പെട്രോൾ E15, 18 ഒക്കെ ആയിരുന്നു എന്ന് ഇപ്പം പറയുന്നു. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്ന E20 തന്നെയാണെന്ന് ദൈവത്തിനറിയാം. കാരണം ഒരു 5 വർഷം കഴിയുമ്പോൾ ചിലപ്പോൾ വീണ്ടും പാർലമെൻറ്റിൽ അവർ പറയും അത് 25, 26, 27 ഒക്കെ ആയിട്ടാണ് ഞങ്ങൾ തട്ടിക്കൊണ്ടിരുന്നതെന്ന്. നമുക്ക് ആസ് എ കൺസ്യൂമർ കിട്ടുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി
നല്ലതാവണം എന്ന് ആഗ്രഹിക്കുന്നവരിൽ നമ്മൾ ഓരോരുത്തരും അതിനു വേണ്ടി പോലും ശബ്ദം ഉയർത്താൻ സാധിക്കാതെ സ്വന്തം ബുദ്ധിയെ, കഴിവിനെ എല്ലാം ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് മുമ്പിൽ അടിയറവ് വെച്ച് അവർ പറയുന്ന ഹെയ്റ്റ് പൊളിറ്റിക്സിനെ വാലാട്ടി അതങ്ങനെ തന്നെ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് പോവാതെ സ്വന്തമായിട്ട് നമ്മുടെ ബുദ്ധിയെ, നമ്മുടെ കേപ്പബിലിറ്റിയെ, കപ്പാസിറ്റിയെ യൂസ് ചെയ്ത് കാര്യങ്ങളെപ്പറ്റി അനലൈസ് ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ചിരുന്നത്. നിങ്ങൾക്ക് കുറച്ച് ഇൻഫർമേഷൻ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാനിത് റിസർച്ച് ചെയ്തൊരു സംഭവമാണ്. ഞാനിതിൽ എക്സ്പേർട്ടൊന്നുമല്ല. ഇത് കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് ചെയ്തൊരു സാധനമാണ്. ഇത് ആർക്കും ചെയ്യാം. അപ്പോൾ ഓരോ സബ്ജക്റ്റും ഇങ്ങനെ അനലൈസ് ചെയ്യുക. ഇവിടെ ശരിക്കും നമ്മൾ ഓരോരുത്തരും വഞ്ചിക്കപ്പെടുകയാണ് ചെയ്തത്. നമ്മുടെ വണ്ടികൾക്ക് നല്ല രീതിയിലുള്ള കേടുപാട് സംഭവിക്കുന്നു. അതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ് നമ്മൾ ഉൾക്കൊള്ളണം. ഇനിയിപ്പോൾ പുതിയ വണ്ടിയാണെങ്കിൽ പോലും ഇൻഷുറൻസിൻ്റെ യാതൊരു സപ്പോർട്ടും നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. പ്ലസ് ഈ പറയുന്ന ഫ്യൂവൽ കോസ്റ്റ് നിങ്ങൾക്ക് ഒരു കാരണവശാലും കുറഞ്ഞിട്ടില്ല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. കാരണം ബംഗ്ലാദേശ്, പാകിസ്ഥാൻ, ഭൂട്ടാൻ, നേപ്പാൾ പോലുള്ള രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്നാണ് പെട്രോൾ കൊണ്ടുവന്നത്. അവർ വരെ ഈ പറയുന്ന 100-നും 97-നും 99-നും 85-നും ഒക്കെ വിറ്റുകൊണ്ടിരിക്കുന്ന സാധനം നമ്മളിപ്പോൾ 114-നും 115-നും മേടിച്ച് അടിക്കുന്നു. അതും 20% എത്തനോളും കലക്കിയിട്ടും നമുക്ക് യാതൊരു കുറവും സംഭവിച്ചിട്ടില്ല. ഇപ്പം നോർമലായിട്ടുള്ള പെട്രോൾ എന്ന് പറഞ്ഞാൽ ഈ കണ്ടാമിനേഷൻ ഇല്ലാതെ എത്തനോൾ മിക്സ് ചെയ്യാത്ത E0 എന്ന് പറയുന്ന പെട്രോളിൻ്റെ ഇന്ത്യയിലെ വില വന്നിട്ട് 170 രൂപയാണ് പെർ ലിറ്റർ. അതും മനസ്സിലാക്കുക. അപ്പോൾ ഇതൊന്നും അമൃതകാലമല്ല, ഇതെല്ലാം നാശകാലമാണ്, വിനാശകാലമാണെന്ന് മനസ്സിലാക്കുക. ഇവർ ഒരു സാധാരണ ജനത്തിനും നന്മയ്ക്ക് വേണ്ടി ഒരു കാര്യങ്ങളും ചെയ്തിട്ടുള്ള ക്രോണി ക്യാപിറ്റലിസ്റ്റിനെ സപ്പോർട്ട് ചെയ്യുക, അവരുടെ കമ്പനികൾ വളരാൻ അനുവദിക്കുക, ആ പൈസ മേടിച്ച് വീണ്ടും ഇലക്ഷനിൽ ഫ്രോഡ് കാണിച്ച് ജയിക്കുക, വീണ്ടും അവരെ വീണ്ടും ധനികരാക്കുക, പൈസ മേടിക്കുക, വീണ്ടും അധികാരത്തിൽ വരിക, മുടിപ്പിക്കുക. അതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് പറഞ്ഞ എൻ്റെ പേര് മറക്കണ്ട, ജോസ് ജേക്കബ്. നന്ദി, നമസ്കാരം.